ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? പൂത്ത് തിമിർക്കാം എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഇതിൽ നമുക്ക് 2 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്, വരയും വരിയും, അതേപോലെ തന്നെ രണ്ടാമത്തെ പാഠം മീനും ഞാനും. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പ്രവേശക പ്രവർത്തനം ഒരു നിമിഷം അല്ലേ, നെരളത്ത് രാമപൊതുവാളിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതേപോലെ തന്നെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 3 മുഴുവൻ പാഠഭാഗങ്ങളും ഒരു സ്വപ്നമുണ്ടായിരുന്നു, സാറാ ജോസഫിൻ്റെ ഒരു സ്വപ്നമുണ്ടായിരുന്നു, അതേപോലെ തന്നെ മൈന ഉമൈബാൻ്റെ അതിജീവനത്തിൻ്റെ തുടക്കം, NV കൃഷ്ണവാര്യരുടെ വയൽ കാഴ്ചകൾ, ഈ 3 പാഠഭാഗങ്ങളും നൽകുകിൽ നേടാം എന്ന യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരയും വരിയുമാണ്. നമുക്കറിയാം, ചിത്രം വരയ്ക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലേ. ചിത്രം വരയ്ക്കാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ കാലത്ത് ഒരുപാട് ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പലവിധ ചിത്രങ്ങളുണ്ട്. രേഖാചിത്രങ്ങളുണ്ട്, കാർട്ടൂൺ ചിത്രങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ വരയും വരിയും എന്നുള്ളതിൽ നമുക്ക് 2 ചിത്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 ചിത്രകാരന്മാർ വരച്ച 2 ചിത്രങ്ങൾ, അവരുടെ യാത്രാനുഭവങ്ങളാണ് അവർ ചിത്രമായിട്ടും എഴുത്തായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പം ചില നേരത്ത് നമ്മൾ എഴുത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പാഠഭാഗമാണ് നമുക്ക് വരയും വരിയും. ഇതിൽ നമ്മൾ കണ്ട ഇതിലെ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, അതേപോലെ തന്നെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഓരോ വേർഡിൻ്റെ നിങ്ങൾക്കറിയാത്ത പരിചയമില്ലാത്ത പദങ്ങളുടെ അർത്ഥം പറയുന്നുണ്ട്, പിന്നെ വിഗ്രഹാർത്ഥം പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമുക്കൊന്ന് ഈ പാഠഭാഗം വായിച്ചു നോക്കാം. വരയും വരിയും. നിങ്ങൾ ചിത്രം വരയ്ക്കാറുണ്ടല്ലോ. ചിത്രം വരയ്ക്ക് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ചിത്രം ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. വരകളും വർണ്ണങ്ങളും ചേർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാൻ ചിത്രങ്ങൾക്ക് കഴിയും. അപ്പം നമുക്ക് എന്താ പറയുക, പറഞ്ഞു തരാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് എന്താണ്, എഴുത്തിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ പറയുന്നതാണ് ചിലപ്പോൾ ചിത്രങ്ങൾ. ചിത്രകലയിൽ വ്യത്യസ്തമായ നിരവധി വിഭാഗങ്ങളും ശൈലികളും ഉണ്ട്. രേഖാചിത്രങ്ങൾ അവയിലൊന്നാണ്. വരകൾ കൊണ്ട് മാത്രം ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടേത്. രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വരകൾ കൊണ്ട് കാഴ്ചയെ ആവിഷ്കരിക്കുന്ന ഒരു രീതി. രേഖാചിത്രങ്ങളും ചെറുകുറിപ്പുകളും ചേർന്ന ചില യാത്രാനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇത് ആദ്യത്തെ ചിത്രം നോക്കൂ. 1861 ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവിവണ്ടി ഓടി തുടങ്ങിയതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ വിവരണം വായിക്കും. അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാറായി. കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്നിളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അതിശയിപ്പിക്കുന്ന ഹുങ്കാരം കേട്ട് നായ്ക്കൾ വാലും ചുരുട്ടി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മോങ്ങിക്കൊണ്ടിരുന്നു. കോഴികൾ 4 പാടും ചിതറി പറന്നു. വേലികൾ ഒന്നുമില്ലാത്തതിനാൽ ചിലവ ആ ഘോര ശബ്ദത്തിനടുത്തേക്ക് തന്നെ കുതിച്ചു. പക്ഷികൾ പല പല ശബ്ദാരവങ്ങളോടെ കാട്ടിലേക്ക് പറന്നു. അപ്പോൾ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ചിത്രമാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1861 ബേപ്പൂരിൽ ആദ്യമായിട്ട് ആവിവണ്ടി ഓടി തുടങ്ങിയതിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം, ആളുകൾക്ക് ഇരിക്കാൻ ചെറിയ ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെന്താണ്, സ്റ്റേഷനിൽ കുറേ യാത്രക്കാരെ കാത്ത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പിന്നെന്താണ്, ഒരു മേൽപ്പാലം നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള മേൽപ്പാലമുണ്ട്. പിന്നെന്താണ്, ഒരു ക്ലോക്ക് കാണുന്നുണ്ടല്ലേ, യാത്രക്കാർക്ക് സമയം അറിയുന്നതിന് ഒരു ക്ലോക്ക് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരെയൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ കാണുന്ന ചിത്രത്തിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. അബു എബ്രഹാമിൻ്റെതാണ് ഇത് ചിത്രം. ഈ ചിത്രം ഭാരഭാസ്കറിൻ്റെതാണ്. ഈ ഒരു ചിത്രം ഭാരഭാസ്കറിൻ്റെതാണ്. അടുത്ത ചിത്രം അബു എബ്രഹാമിൻ്റെതാണ്. അദ്ദേഹം എന്താണ് ഇതിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? കാശ്മീരിലെ കാഴ്ചകളാണ്. ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നതാണ് കാശ്മീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കാശ്മീരിനെ കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം.
മഞ്ഞിന്റെ കട്ടിപ്പുതപ്പ് പുതച്ചു കിടക്കുകയാണ് കാശ്മീർ ഈ സമയം. ആണ്ടിൽ 6 മാസവും കാശ്മീരികൾ മിക്കവാറും വീടിനകത്ത് തന്നെ തങ്ങുന്നു. ഇക്കാലമാണ് അവർ അനുപമസുന്ദരമായ കമ്പളങ്ങളും ചിത്രത്തുന്നലുകളുള്ള ഉത്തരീയങ്ങളും നാനാതരം കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത്. വസന്തം വരുന്നതോടെ പൊടുന്നനെ മഞ്ഞുരുകുന്നു. കൊച്ചരുവികൾ ഒഴുകാൻ തുടങ്ങുകയും ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. അബുവിന്റെ ഭാരത ദർശനം, അബു എബ്രഹാം. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് ചിത്രങ്ങളെ കുറിച്ച് പറയാനാണ്. അതിനു മുമ്പ് നമുക്ക് പാഠഭാഗത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠകത്തിലെ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന പദങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് പരിചയപ്പെടാം. അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്മയിപ്പിക്കുന്നു. അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്ഭുതം ജനിപ്പിക്കുന്നു. ആഹ്ലാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിപ്പിക്കുന്നു. ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമാണ്. ആശയം, അർത്ഥം, സന്ദേശം. പകർന്നു തരാൻ, പകർന്നു തരിക എന്ന് പറഞ്ഞാൽ കൈമാറുക. കൈമാറുക. വ്യത്യസ്തമായ, വേർതിരിവുള്ള, ഭിന്നമായ. ശൈലികൾ, രീതികൾ, സമ്പ്രദായങ്ങൾ. രേഖാചിത്രങ്ങൾ, വരകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചിത്രങ്ങളെയാണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ആവിഷ്കരിക്കുന്ന, അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന. ചെറുകുറിപ്പുകൾ, ചെറിയ വിവരണങ്ങൾ, ലഘുവായ എഴുത്തുകൾ. യാത്രാനുഭവങ്ങൾ, യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ആവിവണ്ടി, ആവിശക്തി ഉപയോഗിച്ച് ഓടുന്ന വണ്ടി, തീവണ്ടി. ഭയങ്കരമായ, വലുതായ അല്ലെങ്കിൽ ഭീഷണമായ അല്ലെങ്കിൽ വളരെ വലുതായ. പുകപടലം, പുകയുടെ കൂട്ടം അല്ലെങ്കിൽ പുക ചുരുളുകൾ. അന്തരീക്ഷം, വായുവിനെ ചുറ്റുള്ള വായുമണ്ഡലം, ആകാശം. പൊടിപടലങ്ങൾ, പൊടിയുടെ കൂട്ടങ്ങൾ. ഇളക്കി മാറ്റി, അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന. ഹുങ്കാരം, വലിയ ശബ്ദം അല്ലെങ്കിൽ അലർച്ച. ചുറ്റിപ്പിടിച്ച്, മൂങ്ങിക്കൊണ്ടിരിക്കുക, വിഷമത്തോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കമ്പളങ്ങൾ, പുതപ്പുകൾ, കമ്പിളി വസ്ത്രങ്ങൾ. ചിത്രത്തുന്നലുകൾ, അതായത് ചിത്രപ്പണികൾ ചെയ്ത, എംബ്രോയിഡറി ചെയ്ത. ഉത്തരീയങ്ങൾ, തോളിൽ അണിയുന്ന ഒരു വസ്ത്രം, അതിനെയാണ് ഉത്തരീയങ്ങൾ എന്ന് പറയുന്നത്, ഷാള്. ഓക്കെ, ഇത്രയാണ് കരകൗശല വസ്തുക്കൾ. കൈകൊണ്ട് നിർമ്മിക്കുന്ന അലങ്കാര വസ്തുക്കൾ. വസന്തം, പൂക്കൾ ഉണ്ടാകുന്ന കാലം, ഇലകൾ തളിർക്കുന്ന കാലത്തെയാണ് നമ്മൾ വസന്തകാലം എന്ന് പറയുന്നത്. പൊടുന്നനെ എന്നതിൻ്റെ അർത്ഥം എന്താ? പെട്ടെന്ന്. പൊടുന്നനെ, പെട്ടെന്ന്. അടുത്തത് വിഗ്രഹാർത്ഥം നോക്കാം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന മാതൃക പോലെ നോക്കി എഴുതുക എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിന് വരുന്ന ചോദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിഗ്രഹാർത്ഥങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചിത്രകല. ചിത്രകല എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രത്തിൻ്റെ കല. മനുഷ്യരാശി, മനുഷ്യരുടെ രാശി. രാശി എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടമാണ്. അപ്പോൾ മനുഷ്യരാശി എന്ന് നമ്മൾ വിഗ്രഹിച്ചെടുത്ത മനുഷ്യരുടെ രാശി. രേഖാചിത്രങ്ങൾ, രേഖകൾ കൊണ്ടുള്ള ചിത്രങ്ങൾ. യാത്രാനുഭവങ്ങൾ, യാത്ര കൊണ്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ യാത്രയിലെ അനുഭവങ്ങൾ. ആവിവണ്ടി, ആവി കൊണ്ടോടുന്ന വണ്ടി. മലയാളക്കര, മലയാളം എന്ന കര. പുകപടലം, പുകയുടെ പടലം. പൊടിപടലങ്ങൾ, പൊടിയുടെ പടലങ്ങൾ. ഘോരശബ്ദം, ഘോരമായ ശബ്ദം. ശബ്ദാരങ്ങൾ, ആരവങ്ങൾ. ശബ്ദാരവങ്ങൾ എങ്ങനെയാണ് വിഗ്രഹിച്ചത്? ശബ്ദവും ആരവവും. കാശ്മീർ കാഴ്ചകൾ, കാശ്മീരിലെ കാഴ്ചകൾ. കുട്ടിപ്പുതപ്പ്, കുട്ടിയായ പുതപ്പ്. കരകൗശല വസ്തുക്കൾ, കൈകൊണ്ടുള്ള കൗശലമുള്ള വസ്തുക്കൾ. കരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയാണ്. അപ്പോൾ കൈകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളാണ് എന്താണ്? കരകൗശല വസ്തുക്കൾ. ചെമ്മരിയാടുകൾ, ചെമ്മ നിറമുള്ള ആടുകൾ. ചെമ്മ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ചുവന്നത് എന്നാണ്. അപ്പോൾ ചെമ്മ നിറമുള്ള ആടുകൾ എന്ന അർത്ഥത്തിലാണ് ചെമ്മരി ആടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് 3 പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഈ ചിത്രങ്ങളെ കുറിച്ച് പറയാനാണ്. നമ്മൾ നേരത്തെ 2 ചിത്രങ്ങൾ കണ്ടല്ലോ. 2 ചിത്രകാരന്മാരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത്. എഴുതിയതിനേക്കാൾ കൂടുതലായി ഈ രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ എഴുതിയത് നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. മലബാർ കണ്ട അത്ഭുതം. 1861 ആദ്യത്തെ ആവിവണ്ടി യാത്ര. മലയാളക്കരയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു 1861 മാർച്ച് 12. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത, അതായത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ആവിവണ്ടി ഓടി തുടങ്ങിയ ആ ദിവസം അന്നത്തെ ജനജീവിതത്തിൽ വലിയൊരു വിസ്മയവും പരിഭ്രാന്തിയും ഒരുപോലെ സൃഷ്ടിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭരണ സൗകര്യങ്ങൾക്കും വാണിജ്യപരമായ ആവശ്യങ്ങൾക്കുമായി ആരംഭിച്ച ഈ യാത്ര
മലബാറിലെ ജനങ്ങൾക്ക് തീർത്തും പുതിയ അനുഭവമായിരുന്നു. കൽക്കരി കത്തിച്ച കറുത്ത പുക തുപ്പിയും തീപ്പൊരി ചിതറിയും പാളത്തിലൂടെ ഇരമ്പി നീങ്ങുന്ന ആ ഭീമാകാരമായ പുകവണ്ടി ഒരു അത്ഭുതമായിരുന്നു. ആവി വണ്ടി ആദ്യമായി ഓടിത്തുടങ്ങിയ നേരത്തെ ദൃക്സാക്ഷികൾ വിവരിച്ച അനുഭവങ്ങൾ കൗതുകകരമാണ്. ദൂരെ നിന്ന് കേൾക്കാവുന്ന അതിൻ്റെ ഭയങ്കരമായ ശബ്ദം, അതായത് ഘോരമായ ചൂളം വിളി, അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. നായ്ക്കൾ വാലും ചുരുട്ടിയും മോങ്ങിയും കോഴികൾ ചിതറിയോടിയും ഈ ഭീകര ശബ്ദത്തോട് പ്രതികരിച്ചു. വേലികൾ ഇല്ലാത്തതിനാൽ ചില മൃഗങ്ങൾ പരിഭ്രമത്തിൽ തീവണ്ടിക്കടുത്തേക്ക് തന്നെ കുതിച്ചതായും വിവരങ്ങളുണ്ട്. പക്ഷികൾ കൂട്ടത്തോടെ പേടിച്ച് കാടുകളിലേക്ക് പറന്നു. എങ്കിലും ഭയം മാറി ജനങ്ങളിൽ കൗതുകം നിറഞ്ഞു. തടിച്ചുകൂടിയ നാട്ടുകാർ വിസ്മയത്തോടെ അതിനെ നോക്കി നിന്നു. തീവണ്ടിയുടെ വരവ് കേവലം ഒരു ഗതാഗത മാർഗത്തിന്റെ തുടക്കമായിരുന്നില്ല. ഇത് മലബാറിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ രംഗത്തെ ഒരു പുതിയ യുഗപ്പിറവിയായി. ഈ പാതയുടെ നിർമ്മാണം ബേപ്പൂർ തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുകയും ചെയ്തു. ഒരു യാത്രാ വിപ്ലവത്തിന് തിരികൊളുത്ത ആ ആവി വണ്ടി യാത്ര മലയാള നാടിന്റെ വികസനത്തിന്റെ പാളത്തിൽ ഇന്നും ഒരു ചരിത്രമുദ്രയായി നിലകൊള്ളുന്നു. ഇനി രണ്ടാമത്തെ ചിത്രം കാശ്മീരിനെ കുറിച്ചാണ് അല്ലേ. മനോഹരി കാശ്മീർ, മഞ്ഞുകാലവും വസന്തവും. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്ന കാശ്മീർ ആണ്ടിന്റെ ഓരോ ഋതുവിലും അതിൻ്റെതായ സൗന്ദര്യം നിറയ്ക്കുന്നു. വിവരണം അനുസരിച്ച് ഈ സമയം കാശ്മീർ മഞ്ഞിന്റെ കുട്ടിപ്പുതപ്പ് പുതച്ചാണ് കിടക്കുന്നത്. താഴ്വരകളും മലനിരകളും പൂർണ്ണമായി മഞ്ഞ് മൂടുന്നതോടെ ഏകദേശം 6 മാസത്തോളം കാശ്മീരിലെ ജനജീവിതം മിക്കവാറും വീടിനകത്തേക്ക് ചുരുങ്ങുന്നു. എന്നാൽ ഈ കഠിനമായ മഞ്ഞുകാലം കാശ്മീരികൾക്ക് കലയുടെയും കരകൗശലത്തിന്റെയും കാലമാണ്. ലോക പ്രശസ്തമായ തങ്ങളുടെ കരവിരുതുകൾക്ക് അവർ രൂപം കൊടുക്കുന്നത് ഈ സമയത്താണ്. അനുപമ സുന്ദരമായ കമ്പളങ്ങൾ, ആകർഷണമായ ചിത്രത്തുന്നലുള്ള ഉത്തരീയങ്ങൾ അഥവാ ഷാളുകൾ, വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം അവരുടെ ഉള്ളിലെ കലാപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നു. മഞ്ഞുകാലം അവസാനിക്കുമ്പോൾ പ്രകൃതിയിൽ ഒരു പൊടുന്നനെ മാറ്റം സംഭവിക്കുന്നു. വസന്തം വരുന്നതോടെ മഞ്ഞ് അതിവേഗം ഉരുകി ഒഴുകാൻ തുടങ്ങുന്നു. ഈ ഉരുകിയ മഞ്ഞുവെള്ളം കൊച്ചരുവികളായി താഴ്വരയിലൂടെ ഒഴുകി പ്രകൃതിക്ക് ജീവൻ നൽകുന്നു. അതോടൊപ്പം ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായി ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം നൽകുകയും പ്രകൃതി വീണ്ടും സജീവമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ മഞ്ഞിൽ തണുത്തുറഞ്ഞ സൗന്ദര്യവും വസന്തത്തിൽ പുനരുജ്ജീവിക്കുന്ന പ്രകൃതിയുടെ കാഴ്ചകളും ഒത്തുചേർന്ന കശ്മീർ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് യാത്രാനുഭവങ്ങൾ രസകരമാക്കാം. ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു യാത്ര പോകാം. മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുക. നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കാൻ എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിത്രം വരച്ചിട്ടൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ യാത്രാനുഭവം, ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പുറത്തുള്ളൊരു യാത്രാനുഭവങ്ങൾ എന്തും ആകാം. നിങ്ങൾ പുറത്ത് പോയ ഏതെങ്കിലും കാഴ്ചകളോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് നടത്തിയ ഒരു ചെറു യാത്രയെക്കുറിച്ചാണ് ഒരു മാതൃക ഇവിടെ നൽകുകയാണ്. ഇന്ന് ഞങ്ങൾ ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു ചെറിയ യാത്ര പോയി. ആദ്യം ഞങ്ങൾ സ്കൂളിൻ്റെ പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ മനോഹരമായ പുഷ്പങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞു. ജാസ്മിൻ, റോസ്, മാരിഗോൾഡ് എന്നിങ്ങനെ പല നിറങ്ങളുടെ പൂക്കൾ കാറ്റിൽ തലോടിയപ്പോൾ വളരെ സുഖമായി തോന്നി. അടുത്തതായി ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ നിന്ന് ജ്യൂസും സമൂസയും വാങ്ങി കൂട്ടുകാരുമായി ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സന്തോഷമായി. ശേഷം ഞങ്ങൾ കളിസ്ഥലത്തേക്ക് പോയി. അവിടെ കളിച്ചപ്പോൾ ചിരിയും ആനന്ദവും നിറഞ്ഞ അധ്യാപികയും ഞങ്ങളോടൊപ്പം ചില കളികൾ നടത്തി. അവസാനം ക്ലാസ് മുറിയിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിൽ അനവധി മനോഹരമായ ഓർമ്മകളുമായി ഞങ്ങൾ തിരിച്ചു. ഈ ചെറിയ യാത്ര എനിക്ക് പഠനത്തോടൊപ്പം സന്തോഷവും സൗഹൃദവും എല്ലാം സമ്മാനിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് വരച്ചു ചേർക്കാം. ഓക്കെ, നോട്ടീസ് തയ്യാറാക്കാം. ചിത്രപ്രദർശനം ഗവൺമെന്റ് UP സ്കൂൾ പള്ളിക്കുന്ന് 6ാം ക്ലാസ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ 6ാം ക്ലാസ്സിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും പകർത്തിയ ഫോട്ടോകളും ഉൾപ്പെടുത്തി 2025 ഒക്ടോബർ 20 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ക്ലാസ് മുറിയിൽ ഒരു ചിത്ര പ്രദർശനം നടത്തുകയാണ്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്ട്രസ് നിർവഹിക്കും. ഞങ്ങളുടെ ചിത്രങ്ങളും ഫോട്ടോകളും കാണാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടെ 6ാം ക്ലാസ് കുട്ടികൾ. ഓക്കെ, അപ്പോൾ നോട്ടീസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം.
തലക്കെട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചിത്ര പ്രദർശനമാണ്. അപ്പോൾ നമ്മൾ അതെന്താണോ അത് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതാം. പിന്നെ നമ്മൾ വിഷയങ്ങൾ എഴുതാം. വിഷയത്തിൽ എഴുതുമ്പോൾ നമ്മൾ എവിടെയാണ്, ഏത് സ്ഥലത്താണ്, ഏത് സമയത്താണ്, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതും. അല്ലെങ്കിൽ തീയതി 2025 ഒക്ടോബർ 20, സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ, സ്ഥലം ക്ലാസ് മുറി അല്ലെങ്കിൽ ഓഡിറ്റോറിയം, ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്. ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വാക്യങ്ങളായിട്ട് നിങ്ങൾക്ക് എഴുതാം. 2 രീതിയിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വാഗതം ചെയ്യണം. നോട്ടീസാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചിത്ര പ്രദർശനം കാണാൻ വരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? നമ്മൾ സ്വാഗതം ചെയ്യണം. അപ്പം ഞങ്ങളുടെ ചിത്രങ്ങളും ഫോട്ടോകളും കാണാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം എന്ന് ഒറ്റവാക്കിൽ എഴുതിയാലും മതി. രണ്ടും കുഴപ്പമില്ല. രണ്ടിനും മാർക്ക് കിട്ടും. സ്നേഹത്തോടെ 6ാം ക്ലാസ് കുട്ടികൾ. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് നമുക്ക് വാർത്ത വന്നു. ആ വാർത്ത നമ്മൾ എഴുതണം. ഓക്കെ. ഒരു വാർത്ത വരികയാണ്. ഒരു പത്രത്തിലാണോ അല്ലെങ്കിൽ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു തലക്കെട്ട് എഴുതണം. കാഴ്ചയുടെ വിസ്മയം, സഞ്ചാരികളുടെ കണ്ണ്, ഫോട്ടോ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. സ്ഥലം കോഴിക്കോടാണ്. GHS കോഴിക്കോട് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സഞ്ചാരിയുടെ കണ്ണ് എന്ന ഫോട്ടോ ചിത്ര പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. മലയാളം പാഠാവലിയിലെ വരയും വരിയും എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് കുട്ടികൾ ഈ പ്രദർശനം ഒരുക്കിയത്. വിദ്യാർത്ഥികൾ യാത്രകളിൽ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങളും സ്വന്തമായി വരച്ച രേഖാചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം തേടി. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, പഴയകാല അങ്ങാടിയുടെ ചിത്രീകരണങ്ങൾ, വിവിധ ജീവിതാനുഭവങ്ങൾ വരച്ചു കാട്ടുന്ന സ്കെച്ചുകൾ എന്നിവ കാഴ്ചക്കാർക്ക് കൗതുകമായി. കുട്ടികളുടെ സർഗാത്മകതയും നിരീക്ഷണ പാഠവും ഈ പ്രദർശനത്തിലൂടെ പ്രകടമായി. ഇന്നത്തെ തലമുറയ്ക്ക് ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും താല്പര്യമുണ്ടാക്കാൻ ഈ പ്രദർശനം സഹായകമായി. അപ്പോൾ ഇത് പത്രവാർത്തയാണ്. പത്രത്തിൽ വന്ന ഒരു തലക്കെട്ടാണ്. അപ്പോൾ നമുക്ക് തലക്കെട്ടായിട്ട് എന്ത് നോക്കാം? വിഷയമൊന്നും വേണ്ട. കാഴ്ചയുടെ വിസ്മയം, സഞ്ചാരിയുടെ സ്ഥലം, പിന്നെ നമ്മൾ GHS കോഴിക്കോട്. ഓക്കെ. അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമായ വരയും വരയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചലനചിത്രം. അല്ലേ? ചലനചിത്രം. അതിൽ പാഠം 2 മീനും ഞാനും. ഒരു കുഞ്ഞു സിനിമയാണ്. ഇറാനിയൻ സംവിധായകനായ ബാബക് ഹബീബിഫർ സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ഹൈ എന്ന ചെറു സിനിമയുടെ ഒരു ദൃശ്യരേഖയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ ചങ്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക് യു.